നമസ്കാരം. എൻ്റെ പുറകിൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീടിൻ്റെ ലാൻഡ്സ്കേപ്പിലേക്ക് വരികയാണെങ്കിൽ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണും കോബിൾ സ്റ്റോണുമാണ്. വണ്ടി കയറുന്ന ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. അത് പോർച്ച് വരെയുള്ള ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റ് നൽകിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഗേറ്റിന് നൽകിയിട്ടുള്ളത്. എക്സ്റ്റീരിയറിൻ്റെ ഡിസൈൻ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എഡ്ജസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ്. ഈ ഒരു ഷോവാളിൻ്റെ ഒക്കെ എഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സ്മൂത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ആ ഒരു ഭാഗത്ത് ഇതേപോലെ മെറ്റൽ ഷീറ്റ് ഉപയോഗിച്ച് CNC വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നേരെ മുകൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വുഡൻ സീലിംഗ് കാണാൻ സാധിക്കും. അവിടെയുള്ള ബാൽക്കണികളുടെ ഒക്കെ പ്രൊജക്ഷൻസ് എല്ലാം നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള എഡ്ജസ് നൽകിയിട്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ ആർക്കിടെക്ചറിനെ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. വീടിൻ്റെ എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഡാർക്ക് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളറാണ് നൽകിയിരിക്കുന്നത്. ടെക്സ്ചർ പെയിൻ്റ് ആണ് അതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സിമൻറ്റ് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടെക്സ്ചർ പെയിൻ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ വിൻഡോസിനൊരു ബോർഡർ നൽകിയിട്ടുണ്ട്. അതും ഒരു സ്മൂത്ത് എഡ്ജായിട്ടാണ് ബോർഡർ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ബോർഡർ നൽകുന്ന സമയത്ത് സ്ലാബ് ഈ ഒരു രീതിയിൽ വാർക്കണം. മുകളിൽ വാർത്തതിന് ശേഷം വാൾ ഉപയോഗിച്ച് അതിനെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് അതിനെ ചേഞ്ച് ചെയ്തെടുക്കുന്നത്. നല്ല വലിയ വീതിയുള്ള വിൻഡോസ് ആണ് വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ബാൽക്കണി ഏരിയ ആണ്. അതിൻ്റെ പില്ലറുകളൊക്കെ GI പൈപ്പ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. നല്ല രസമുള്ളൊരു ഹാൻഡ് റെയിലും അതിൽ നൽകിയിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു എക്സ്റ്റീരിയർ ലൂവർ നൽകിയിട്ടുണ്ട്. അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നേരത്തെ നമ്മൾ കണ്ട ടെക്സ്ചർ പെയിൻറ്റിങ്ങും നൽകിയിട്ടുണ്ട്. ഇത് ഈ വീടിൻ്റെ സൈഡ് യാർഡാണ്. ഇവിടെ പെബിൾസ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു ഏരിയ, നല്ല രസമുള്ളൊരു ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഇതേപോലെ കരിങ്കല്ലിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാളിലേക്ക് നോക്കുകയാണെങ്കിൽ വാളിൽ നല്ല രസമുള്ള ഒരു ഫിനിഷ് നൽകിയിരിക്കുന്നു. ടെക്സ്ചർ ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല പടവിൻ്റെ സമയത്ത് വളരെയധികം പണിപ്പെട്ടിട്ട് ഈ ഒരു ഡിസൈനിലേക്ക് പടവ് ചെയ്ത് അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. സൈഡിലൊക്കെ നല്ല രീതിയിൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. ഇതിലും അടിപൊളിയായിട്ട് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കാര്യങ്ങളൊന്ന് കയറി കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരാം. ഇതാണ് സിറ്റ് ഔട്ടിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. 2 ചെയറുകളാണ്. ഒരു വിൻഡോ, വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈൻ നൽകിയിരിക്കുന്നത്. വലിയ ബ്ലാക്ക് മാറ്റ് ഹാൻഡിൽസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതേപോലെ ഡിജിറ്റൽ ലോക്ക് വരുന്നതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡോറിന് ലോക്ക് നൽകിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കാർ പോർച്ച് ഏരിയ നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഫോയർ സ്പേസിലേക്കാണ്. ഫോയറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ലിവിങ്ങിലേക്ക് കയറാൻ പറ്റും. ലിവിങ്ങിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫയാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു കളർ തീമാണ് ലിവിങ്ങിൽ നൽകിയിരിക്കുന്നത്. സോഫയുടെ ഡിസൈൻ നോക്കുക. അടിയിലൊരു വുഡൻ പാനലിംഗ് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് കുഷൻ നൽകിയിരിക്കുന്നത്. വാളിൽ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ ഒരു ഫോട്ടോ ഫ്രെയിം നൽകിയിട്ടുണ്ട്. അത് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നോക്കിയാൽ അകത്തേക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ് പാർട്ടീഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് എന്നാണ് ഇത്തരത്തിലുള്ള ഗ്ലാസ്സിന് പറയുക. ഷാമ്പെയിൻ ഗോൾഡ് കളറിൽ അതിൻ്റെ ഫ്രെയിമും ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസത്തിൽ തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു സിംഗിൾ സീറ്റർ നൽകിയിരിക്കുന്നു. ഐക്കിയെന്ന് പർച്ചേസ് ചെയ്ത ലൈറ്റ് ആട്ടോ. അത് നല്ല രസമുള്ള ഒരു വൈറ്റ് കളറിലുള്ള ഒരു ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ കാണുന്ന സെൻറ്റർ ടേബിളാണ്. ഒരു എഗ്ഗിൻ്റെ ഷേപ്പിൽ, മുട്ടയുടെ ഷേപ്പിൽ വരുന്ന തരത്തിലുള്ള ഒരു ഓവൽ ഷേപ്പ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റർ ടേബിളാണ്. അതിൽ വുഡൻ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വുഡൻ ഫിനിഷ് നമുക്ക് നേരെ സീലിങ്ങിലും കാണാൻ പറ്റും കേട്ടോ. സീലിങ്ങിൽ വെനീർ ഉപയോഗിച്ചിട്ട് ആ വുഡൻ ഫിനിഷ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നൽകിയിട്ടുണ്ട്. ഫോയർ സ്പേസിൽ നിന്ന് നേരെ മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫാമിലി ലിവിങ് സ്പേസിലേക്ക് എത്താം. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസിലൊന്നാണ് ഈ കാണുന്ന സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് ഇതേപോലെ ഫാമിലി ലിവിങ് സ്പേസ് കാണാം. ഇവിടെ ഇതേപോലെ സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ മാത്രം കയറി ബാക്കിയുള്ള ഭാഗത്ത് ഹാൻഡ് റെയിലൊക്കെ വരുന്ന രീതിയിലൊരു സ്റ്റെയർ കേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഡൈനിങ് ടേബിൾ സെറ്റ് വരുന്നത്. ആ ഡൈനിങ് ടേബിൾ സെറ്റ് നിന്ന് നേരെ ഔട്ട് സൈഡിലേക്ക് ഒരു പാറ്റിയോ സ്പേസ് ഉണ്ട്. പാറ്റിയോ സ്പേസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റിയോ സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് തുറന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പാറ്റിയോ സ്പേസിലേക്കാണ് നമ്മൾ വരിക. കോർട്ട്യാർഡ് സ്പേസ്, പാറ്റിയോ സ്പേസ് എന്നൊക്കെ നമുക്കിതിനെ പറയാം. നല്ലൊരു ഏരിയ ആണ്. സെൻറ്ററിൽ തന്നെ ഇതേപോലെ ഒരു ഊഞ്ഞാലൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ കുഷനൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല നാച്ചുറൽ ലൈറ്റാണ് വരിക.
ഗ്ലാസ് റൂഫാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ വിൻഡോയ്ക്ക് പകരം ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഈ ഭാഗത്തേക്ക് വരും. അപ്പോൾ കൂടുതൽ സമയം പ്രത്യേകിച്ചും രാവിലെയും വൈകിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൈവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു സ്പേസ്. ഇവിടുത്തെ ഫ്ലോറിങ് ഡിഫറെൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. വാളിൽ നൽകിയിരിക്കുന്ന ക്ലാഡിങ് ഡിഫറെൻ്റ് ആണ്, ഒരു സ്റ്റോൺ ക്ലാഡിങ് ആണ്. ഇതേ ഒരു സ്റ്റോൺ ക്ലാഡിങ് ടെക്സ്ചറാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് വരുന്ന സമയത്ത് വാഷ് ബേസിൻ ഏരിയ സ്റ്റാൻഡിങ് ആയിട്ട് നൽകിയിരിക്കുന്ന ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെ ആ ഒരു ക്ലാഡിങ് ടൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. സോളിഡ് വുഡ് മരത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ടേബിളും മരത്തിൽ ചെയ്തിരിക്കുന്ന ചെയറുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 8 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിളാണ് നൽകിയിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിൽ നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് ഡിസൈൻ നമുക്ക് കാണാം. പല ലെയറുകളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് ഡിസൈനാണ്. ഒരു ഭാഗത്ത് നാച്ചുറൽ ലൈറ്റ് വീട്ടിലേക്ക് വരാനുള്ളൊരു ഏരിയ ഒക്കെ നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു വീടും മനോഹരമായിട്ട് സെറ്റ് ചെയ്യുന്നതിന് പുറകിൽ അതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ അധ്വാനം നമ്മൾ തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടതുണ്ട്. ഈ ഒരു വീട് ഒരു നോർമൽ പറമ്പായിരുന്നതിലും ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആക്കി മാറ്റുന്നതിൽ ആ ആർക്കിടെക്ട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പരിചയപ്പെടാം ഈ വീടിൻ്റെ ആർക്കിടെക്റ്റിനെ. ഏതൊരു വീടും പരിപൂർണമായിട്ട് മാറുന്നത് അതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ കൂടെ ഇൻവോൾവ്മെൻറ്റ് അതിലേക്ക് വരുന്ന സമയത്താണ്. ഇത്രയും ഭംഗിയിൽ ഈ ഒരു വീട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ആർക്കിടെക്റ്റ് നമ്മളോടൊപ്പം ഉണ്ട്. വെൽക്കം ടു മൈ ബെറ്റർ ഹോം. നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ പേരും നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് സുനീബാണ്. ഫേമിൻ്റെ നെയിം ആർക്കിടെക്ട് ഡിസൈൻ ആണ്. ബേസിക്കലി നിലമ്പൂരാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കത്തി നിൽക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടിയാണ് ആർക്കിടെക്ട്സിൻ്റെ പേജ്. അതെ അതെ, അടിപൊളിയായിട്ടുള്ള വർക്കുകളാട്ടോ ഇവരുടെ വർക്കുകൾ. നമ്മളെപ്പോഴും നിങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണം. ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കട്ടെ. ഷുവർ ഷുവർ, താങ്ക്സ്. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്, ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ്, ഇവിടുത്തെ ക്ലയൻറ്റ്, നിങ്ങളിങ്ങനെ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഇതൊക്കെ ഒന്ന് കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് സംസാരിക്കും. നമുക്ക് എൻക്വയറി വന്നത് സോഷ്യൽ മീഡിയ ത്രൂ തന്നെയാണ്. ഷെഫീഖാണ് ഈ വീടിൻ്റെ ഓണർ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ആദ്യം മീറ്റ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഒരു ഫങ്ഷനാലിറ്റി, ഒരു സിംപ്ലിസിറ്റി, ഒരു കാം, ഒരു എസ്തറ്റിക് ഫീല് വീട് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഭയങ്കര ഒരു ഹെവി ഡിസൈൻസ് വേണ്ട, കണ്ടു കഴിഞ്ഞാൽ ഒരു സിമ്പിളായിരിക്കണം, അതിൻ്റെ ടോൺസൊക്കെ സിമ്പിളായിട്ടുള്ള ടോണുകളായിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് പരമാവധി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എലിവേഷനിലേക്ക് വരികയാണെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചാണ് എലിവേഷനിൽ കൊടുത്തിരിക്കുന്നത്. അതും പുള്ളിക്കാരൻ ഒന്ന് സ്പെസിഫൈ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. എലിവേഷൻ അത്യാവശ്യം നല്ലൊരു ലുക്ക് വേണം, ഒരു എസ്തറ്റിക് ആയിരിക്കണം. ഇന്ന് നമ്മുടെ നാടുകളിൽ അങ്ങനെ കണ്ടുവരുന്ന ഒരു എലിവേഷൻ ആവരുത്, ഒരു യൂണീക്നെസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ പരമാവധി നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ട്. പല എലമെൻസുകളും എലിവേഷൻ അല്ലെങ്കിൽ വീടിൻ്റെ ആ ഒരു ഫസാഡ് പോർഷനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കേരളത്തിൽ എവിടെയൊക്കെ നിങ്ങളുടെ സർവീസുകൾ അവൈലബിൾ ആണ്? നിലവിൽ കേരളത്തിൽ ഓൾ ഓവർ കേരള നമ്മൾ ഡിസൈൻ മറ്റ് നമ്മുടെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അത് സൗത്ത് ഇന്ത്യൻ ബേസ്ഡും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെ നിന്നൊക്കെ വരുന്ന എൻക്വയറി അവിടെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. പൊതുവെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വർക്ക് മോഡ്? ഫുൾ കൺസ്ട്രക്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണോ, എങ്ങനെയാണ്? ആക്ച്വലി നമ്മൾ കൂടുതലും ചെയ്യുന്നത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതിൽ വരുന്ന ഡിസൈൻ സൂപ്പർവിഷനുകൾ പിന്നെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. സിവിൽ കൺസ്ട്രക്ഷൻ പൊതുവെ നമ്മൾ എടുക്കാറില്ല. പക്ഷേ പ്രൊജക്ട് മാനേജ്മെൻറ്റിലാകുമ്പോൾ നമ്മുടെ ടീംസിനെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സിസ്റ്റമിൽ കൊണ്ടുവരുന്നത്. പ്ലാനിങ് മുതൽ കംപ്ലീറ്റ് ടേം കീസ് വരെയുള്ള സമയത്ത് നമ്മളുടെ അസിസ്റ്റൻസ് അവർക്ക് കിട്ടും. യെസ് യെസ്, ഓഫ് കോഴ്സ്. അതാണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഈ വീട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ വീട് ഫുള്ളായിട്ടൊന്ന് നമ്മുടെ ഓഡിയൻസിനെ കാണിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ലിവിങ്ങിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് ഈ കാണുന്ന വാള്. നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂട്രൽ കളറാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്ക് ഇവിടെ നമ്മളുടെ കറണ്ടിൻ്റെ DB ബോർഡൊക്കെ വരുന്ന ഏരിയ ആണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് DB ഒക്കെ കാണാം. അപ്പോൾ ഇതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്നൊരു വാളായതുകൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഒരു പ്രെയർ റൂം ഉണ്ട്. ആ പ്രെയർ റൂമിൻ്റെ ഡോറ് ഇവിടെ വരുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് പാറ്റേൺ ചെയ്ത സമയത്ത് ഡോർ അടയ്ക്കുന്ന സമയത്ത് ഫുൾ ഒരു സിംഗിൾ പാറ്റേൺ ആക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഭാഗത്തും ഒരു ബെഡ്റൂം ഈ ഭാഗത്തുമാണ്. നേരെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിച്ചണാണ് വരുന്നത്.
അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചണാണ്. കിച്ചണിലേക്കുള്ള എൻട്രൻസ് ഡോറ് തന്നെ ഇതേപോലെ ഒരു ഭാഗം ഗ്ലാസ് അകത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സീത്രൂ കൊടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി ലൂവേഴ്സാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്യാപ്പിച്ചിനോ പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമുള്ള ലേഔട്ടാണ്. അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. വർക്ക് ഏരിയ ഒന്നും സെപ്പറേറ്റ് നൽകിയിട്ടില്ല. ലേഔട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് കാണിക്കാം. കിച്ചണിലേക്ക് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. ബെഞ്ചാണ് നൽകിയിട്ടുള്ളത്. സോളിഡ് വുഡിൽ ചെയ്തിട്ടുള്ള എന്നാൽ തന്നെ നല്ല രസമുള്ളൊരു ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മുടെ പാറ്റിയോ സ്പേസിലേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഇവിടെ ബ്ലൈൻഡ് നൽകിയിട്ടുണ്ട്. വെനീഷ്യൻ ബ്ലൈൻഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ആവശ്യമുള്ളതിനനുസരിച്ച് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ആ ഒരു ബ്ലൈൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് ആണ് ഇവിടെ ഒരു കൗണ്ടർ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ എലമെൻറ്റുമാണ്. മാത്രമല്ല നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്ത് മുഴുവൻ ഡ്രോവേഴ്സാണ്, അടിയിൽ മുഴുവൻ ഡോറുകളുമാണ് നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. ടിൻറ്റഡ് ഗ്ലാസ് ഓപ്പണിങ് വരുന്നുണ്ട്. ഇവിടെയാണ് ടോൾ യൂണിറ്റിൻ്റെ സ്പേസ് നൽകിയിരിക്കുന്നത്. നല്ല രസത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോൾ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് സിങ്ക് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ആയിട്ട് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ഉപയോഗിക്കുന്ന നല്ല തിക്നെസ് ഉള്ള ടൈല് 45 ഡിഗ്രിയിൽ ചെയ്തിട്ട് നല്ല തിക്നെസ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത്. ഓവൻ OTG ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഫ്രിഡ്ജ് ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള സ്പേസ് ഒക്കെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡും ആ ഒരു ക്യാപ്പിച്ചിനോ കളറും വരുന്ന സമയത്ത് തന്നെ നല്ല ലക്ഷറി ഫീല് നമുക്ക് ഈ ഒരു കിച്ചണിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിലും വുഡൻ എലമെൻറ്റ് നമുക്ക് കിച്ചണിൽ കാണാൻ സാധിക്കും. ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് നൽകണേ. മാത്രമല്ല ഇതേപോലെ മനോഹരമായിട്ടുള്ള കിച്ചണിൻ്റെ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഏറ്റവും നല്ല ഡിസൈൻസ് തന്നെ നിങ്ങളുടെ സ്വന്തം വീടിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും സാധിക്കും. ബെഡ്റൂമുകളുടെ ഡിസൈനുകൾ കാണാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഡൈനിങ് സ്പേസിൻ്റെയും പാറ്റിയോ സ്പേസിൻ്റെയും ഇടയിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൂമിൻ്റെ ഡോർ ഹൈറ്റ് നൽകിയിരിക്കുന്നത് 250 ആണ്. മുകളിൽ ഇതേപോലെ ഒരു ഗ്ലാസ് ഏരിയ നൽകിയിരിക്കുന്നു. ബാക്കി ഈ ഒരു 220ക്ക് ശേഷം ബാക്കി ഒരു ഡോറായിട്ട് നൽകിയിട്ടുണ്ട്. ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഡോറിനും ഈ ഒരു പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ലൂവർ സിസ്റ്റം, ഒരു ഗ്രൂ സിസ്റ്റം വരുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടൊരു പാർട്ടീഷനൊക്കെ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈൻ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ. മാസ്റ്റർ ബെഡ്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെയുള്ളൊരു സർക്കുലർ വിൻഡോ നൽകിയത് കൊണ്ട് തന്നെ നേരെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഇരിക്കുന്ന അതേ ഫീല് തന്നെ നമുക്ക് ബെഡിലിരുന്നാലും കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലാനിങ് വന്നിരിക്കുന്നത്. മാക്സിമം നല്ലൊരു ന്യൂട്രൽ തീം മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്കിടെക്ട്സ് നോക്കിയിട്ടുണ്ട്. ഈ ഒരു വാള് ടെക്സ്ചർ ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത്. ഹെഡ് ബോർഡിലേക്ക് വരികയാണെങ്കിലും ഇതേപോലെ ഒരു ടെക്സ്ചർ ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതേപോലെ ഒരു റോക്ക് ഫിനിഷ്, ഒരു സ്റ്റോൺ ഫിനിഷ് എന്നൊക്കെ പറയാൻ പറ്റും. ഇത് സിമെൻറ്റ് ടെക്സ്ചറിൽ, അതായത് സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൽ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൽ വാം ലൈറ്റൂടെ വരുന്ന സമയത്ത് നല്ലൊരു ഫീല് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ടെക്സ്ചർ ലാമിനേറ്റ് വരുന്നു. 2 സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. സ്മാർട്ട് സ്വിച്ചുകളാട്ടോ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നോക്കിയ ഫാനാണ് നമുക്ക് ഓൺ ചെയ്യേണ്ടതെങ്കിൽ ഫാനിൻ്റെ സിമ്പിൾ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫാൻ ഓൺ ചെയ്യാം. ഓരോന്നും ലൈറ്റ് ആണെങ്കിലൊക്കെ അതിനകത്ത് ചിത്രങ്ങൾ കാണാൻ സാധിക്കും. കമ്പനിയുടെ പേര് ഹോഗോ എന്നാണ്. നല്ലൊരു ടച്ച് സ്ക്രീനൊക്കെ വരുന്ന നല്ലൊരു ഇതേപോലെ പ്ലഗൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. നല്ല രസമുള്ളൊരു മൊഡ്യൂളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബെഡ് കോട്ടിലേക്ക് വരുന്ന സമയത്ത് കുഷൻ കവേർഡ് ആയിട്ടുള്ള ബെഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു കിങ് സൈസ് ബെഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഒരു TV യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ബെഡ്റൂമിൽ ഈ ഭാഗത്ത് ഇതേപോലെ നാച്ചുറൽ ലൈറ്റ് വരാനുള്ള ഒരു സ്ലോട്ട് നൽകിയിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് കാണാം. രാത്രി നേരെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശവും നമുക്ക് കാണാം. നല്ലൊരു ഫീലുള്ളൊരു ഏരിയ ആർക്കിടെക്റ്റ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്താണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് വാർഡ്രോബിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഹൈറ്റിൽ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഫുൾ ഹൈറ്റിൽ ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പപ്പി ചെയർ അതിനോട് ചേർത്ത് നൽകിയിട്ടുണ്ട്. ഇതൊരു വാക്കിംഗ് വാർഡ്രോബ് കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള കേട്ടോ. ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാർഡ്രോബ് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഒരു അഡീഷണൽ വാർഡ്രോബ് ഇവിടെ നൽകിയിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര സ്പേസ് കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു വാർഡ്രോബ് അവിടെ, ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇവിടെയും നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഈ ഭാഗത്താണ് വരുന്നത്.
ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല രസമുള്ള ഒരു ബീജ് ടോണിൽ വരുന്ന വിട്രിഫൈഡ് ടൈല് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹെഡ് ബോർഡിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈലാണ്. വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് ഫിനിഷ് നൽകിയിരിക്കുന്നത്. ഇതേപോലത്തെ ഗ്രിഡ് പാറ്റേൺ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് ഫുൾ ഹൈറ്റിൽ കർട്ടൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ ടിൻറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ച് സ്ലൈഡിങ്ങിൽ വരുന്ന ഒരു വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ബെഡ്റൂമാണ്. 360 390 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചിട്ടാണ് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഗ്ലാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ്. സ്റ്റെയർകേസ് എടുത്ത് പറയേണ്ട ഒരു ഘടകമാണ്. ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ, അതായത് 3 സ്റ്റെപ്പുകൾ, 2 സ്റ്റെപ്പും ഒരു ലാൻഡിങ്ങും ഇതേപോലെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ലാൻഡിങ് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർകേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്രയും ഭാഗം കോൺക്രീറ്റിൽ തന്നെ ചെയ്തു. ഇവിടെയൊക്കെ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന ഒക്കെ ടൈലാണ്. നേരെ മുകളിലേക്ക് വരുമ്പോൾ ഇത് സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആണ്. ഇതിൽ വുഡാണ് ചവിട്ടുന്ന ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹാൻഡ് റെയിൽ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ ആർക്കിടെക്റ്റ് തന്നെ ഇത് പോസ്റ്റ് ചെയ്ത സമയത്ത് നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റി ഹാൻഡ് റെയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന കേട്ടോ. അതായത് GI പൈപ്പിനകത്ത് ബെൻഡ് ചെയ്തിട്ട് ഇതേപോലെ റെയിലിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണിത്. നല്ല ടൈം എടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സീലിംഗ് ലൈറ്റ് ഹാങ്ങിങ്ങിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. മോഡേൺ ഷാൻലിയറിൽ വരുന്ന ഒരു അടിപൊളി ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയും വലിയൊരു വിൻഡോ വരുന്നുണ്ട്. വീടിനകത്തേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വിൻഡോ സഹായിക്കും. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്ചർ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിളായിട്ട് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വാൾ ആർട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർകേസ് കയറിയിട്ട് നേരെ നടന്നു വരുന്നത് ഒരു ചെറിയ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ചെറിയ സ്പേസ് ആണെങ്കിലും മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന 2 സോഫ സീറ്റേഴ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ആ ഒരു മോഡൽ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു ഓപ്പണിംഗ് കട്ടൗട്ട് സ്പേസ് നൽകിയിട്ടുണ്ട്. നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസും ആ ഒരു ആംബിയൻസും ഒക്കെ അതിമനോഹരമായിട്ട് ഇവിടുന്ന് കാണാൻ സാധിക്കും. വാളിൽ ഇതേപോലെ വാൾ ഷെൽഫ് നൽകിയിരിക്കുന്ന ഒരു ലൈബ്രറി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ തൊട്ടടുത്ത് തന്നെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് നൽകിയിട്ടുണ്ട്. അത് സ്ലൈഡിംഗ് ഡോറായിട്ടാണ് ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ബാൽക്കണിയാണ്. നമുക്ക് നല്ല രീതിയിൽ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. പില്ലറിന് പകരം അവിടെ GI പൈപ്പാണ് ബാൽക്കണിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ബെഡ്റൂമുകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. എല്ലാ ബെഡ്റൂമും ഒരു മീഡിയം സൈസ്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ബെഡ്റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മിനിമൽ സ്റ്റൈലിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡൊക്കെ ആണെങ്കിൽ ഇതേപോലെ കെയിൻ ഫിനിഷാണ് ഹെഡ് ബോർഡിന് നൽകിയിരിക്കുന്നത്. നേരെ ബാക്കിലെ വാളിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡൻ ഫിനിഷ് കൊടുത്ത് ബോർഡേഴ്സ് കൊടുത്തിട്ട് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഇതേപോലെ ഗ്രില്ലും വലിയ വിൻഡോസുമാണ് നൽകിയിട്ടുള്ളത്. നല്ലൊരു കർട്ടൻ മാച്ച് ചെയ്തു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ടിൻറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടൊരു വാർഡ്രോബ് സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. FRP ഡോറാണ് ടോയ്ലറ്റിന് നൽകിയിട്ടുള്ളത്. നല്ല രസമുള്ള ടൈൽ പാറ്റേൺ ആണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഒക്കെ ഗ്ലാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സിമിലർ ഫിനിഷിൽ വരുന്ന ഒരു ഹെഡ് ബോർഡ്, മുകളിലൊരു നിഷ് നൽകിയിട്ടുണ്ട്. അതൊരു നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഡെക്കോർ ഐറ്റംസ് ഒക്കെ നൽകിയിരിക്കുന്നു. 2 സൈഡ് ടേബിളാണ് വരുന്നത്. എടുത്ത് പറയേണ്ടത് ആ ഭാഗമാണ്. നമ്മൾ വീടിൻ്റെ എലവേഷനിൽ കാണുന്ന സമയത്ത് ആ ഒരു കുഞ്ഞു കുഞ്ഞു ഹോള് പോലെ കാണുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഇതേപോലെ അഡീഷണൽ ഒരു സ്ലൈഡിങ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു UPVC ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സ്ലൈഡിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ടിൻറ്റഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഡിസൈൻ കാണാം. ഒരു കിഡ്സ് ബെഡ്റൂമിൻ്റെ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. വാളിൽ ടെക്സ്ചർ പെയിന്റ് നൽകിയിരിക്കുന്നു. ആ ഭാഗത്ത് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ടേബിൾ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്തേക്ക് വരികയാണെങ്കിൽ ഒരു വാർഡ്രോബ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റിലേക്കുള്ള ആക്സസ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള രീതിയിൽ ടൈലൊക്കെ അറേഞ്ച് ചെയ്ത് വാളിലൊരു നിഷൊക്കെ കൊടുത്ത് അതിന് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാത്റൂം ഡിസൈനാണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി മെയിൻ പോയിന്റുകളൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷനും ഇൻറ്റീരിയറും വരുന്ന ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട്സ് ഡിസൈൻസ് എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. 3500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളൊരു വീടാണ്. ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളും ഫസ്റ്റ് ഫ്ലോറിൽ വിട്രിഫൈഡ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പെയിൻറ് ഉപയോഗിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിൻ്റ് ആണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
വിൻഡോസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അലുമിനിയം സിസ്റ്റം വിൻഡോസും അതേപോലെ UPVC വിൻഡോസുമാണ്. ടെക്സ്ചർ പെയിൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചൺ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് കൂടുതൽ പറയാനുള്ളത്. പ്രൊജക്റ്റിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ആർക്കിടെക്റ്റുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇതുപോലത്തെ ഒരു വീടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ക്വയർ ഫീറ്റിലേക്ക് ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്ക് എത്ര കോസ്റ്റ് ആവും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നേരിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് അതിൻ്റെ ശരി. കൃത്യമായിട്ടുള്ള കോസ്റ്റ് ആർക്കിടെക്റ്റ് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ